ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ വിഭവം വെളുത്ത നാരങ്ങ അച്ചാറും പുളിയിഞ്ചിയുമാണ്. ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് വെളുത്ത നാരങ്ങ അച്ചാർ റെഡിയാക്കാനായി തുടങ്ങാം. അതിന് ഞാനിവിടെ 10 നല്ല പഴുത്ത നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ച നാരങ്ങ എടുക്കരുത്, നല്ല കയ്പുണ്ടാവും നാരങ്ങയ്ക്ക്. 10 ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് മാത്രം അച്ചാറിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അച്ചാറിന് വേണ്ടി ഞാനിവിടെ 50 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കീറിയതാണ്, 2ആയി കീറിയാൽ മതി. ഇതൊരു 25 ഗ്രാം ഇഞ്ചിയാണ്. ഈ വെളുത്തുള്ളിയുടെ ഒക്കെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, രുചി കൂടത്തേ ഉള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നാരങ്ങ അച്ചാർ വെച്ച് തുടങ്ങാം. അത് ഞാനിവിടെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നാരങ്ങ അച്ചാർ റെഡിയാക്കുകയാണെങ്കിൽ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. അപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത്. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 50 ഗ്രാം വെളുത്തുള്ളി ഇതുപോലെ 2ആയി കീറിയതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. 25 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില. ഇത് കാന്താരി മുളകാണ്, 15 എണ്ണം ഉണ്ട്, ഇങ്ങനെ 2ആയി കീറിയത്, അത് ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കറിവേപ്പിലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത ഉടനെ നല്ലപോലെ ഇളക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാരങ്ങയൊക്കെ നല്ലപോലെ വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു പിഞ്ച് മതി. അതുപോലെ തന്നെ ഒരു നുള്ള് കായം. നല്ലപോലെ മിക്സ് ചെയ്യാം. കായവും ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ആ മണം വരുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ടേസ്റ്റിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, പുളിയൊക്കെ നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് അവസാനമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി തീയെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും നല്ലപോലെ അടച്ച്, ഇതിൻ്റെ തണുപ്പ് ചൂട് നല്ലപോലെ മാറി കുപ്പിക്കകത്ത് നല്ലപോലെ അടച്ച് ഒരു 3 ദിവസം കഴിഞ്ഞ് മാത്രം യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ അച്ചാറിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ടേസ്റ്റിയായ നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 25 ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. നല്ലപോലെ ഇങ്ങനെ ഞെവിടി വെക്കുക. പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ 3 സാധനങ്ങൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവ 3ഉം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് ചതച്ചെടുക്കണം. അതായത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, അതിൻ്റെ മുകളിലിരിക്കണം. ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അത് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. ഈ ഒരു പരുവത്തിൽ, ഒരുപാട് അരഞ്ഞു പോയിട്ടുമില്ല, ചെറിയ ചെറിയ തരിയായിട്ട് കിടക്കുന്നുമുണ്ട്. ഈ ഒരു പരുവം, അതായത് മിക്സിയുടെ ഇതിൽ 1, 2, 3 സ്പീഡിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 1/2 കപ്പ് വെള്ളം മതി. സ്റ്റൗവിലോട്ട് മാറ്റാം. ഞാൻ ആ ശർക്കര അലിയിക്കാനായി വെച്ചിട്ടുണ്ട്.
ഇത് കുറച്ചൊന്ന് മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒന്ന് അരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെല്ലം നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം നമുക്കിപ്പോൾ. നമുക്കിനി പുളിയിഞ്ചി വെച്ച് തുടങ്ങാം. നമുക്ക് പുളിയിഞ്ചി വെച്ച് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു ചീനച്ചട്ടിയാണ് അതിനെടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതൊരു 2 പച്ചമുളകാണ് വട്ടത്തിലരിഞ്ഞത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 വറ്റൽമുളക് ഒന്ന് 2-3 പീസായിട്ടൊന്ന് കീറിയിടാം. ഇതിന് കൂടെ തന്നെ ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ റെഡിയാക്കണം. ഒരുപാട് കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാണ് വിഭവങ്ങളൊക്കെ. അപ്പോൾ ഈ പുളിയിഞ്ചി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പുളിയിഞ്ചി റെഡിയാക്കി എടുക്കാൻ പറ്റും. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇഞ്ചിയുടെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. തീ കൂട്ടിയിടുകയാണെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ആ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു 3 മിനിറ്റ് ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യമായ ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരും, അതുവരെ ഒന്ന് തിളപ്പിക്കാം. നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം നല്ലപോലെ. തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇടാം. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നു, ടെൻഷൻ അടിക്കേണ്ട. ഇത് ഇരുന്ന് കുറുകിക്കോളും. ഏറ്റവും ബെസ്റ്റ് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു പുളിയിഞ്ചിയാണ്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിയിഞ്ചിയാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.